പെട്ടെന്ന് ഒരാൾക്ക് നെഞ്ചുവേദന വന്നു. ഓക്കെ, ഇതിൽ ചെസ്റ്റ് പെയിൻ പറഞ്ഞിട്ട് ഫീച്ചർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അത്യാവശ്യം ആ കുട്ടി ആ പേഷ്യന്റിന് കൊടുക്കേണ്ട പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന്റെ മുന്നേ ആംബുലൻസ് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അത് ശബ്ദത്തോടെ ഉണ്ടാവും. ഹായ് പ്രിയപ്പെട്ടവരെ, RR വേൾഡിന്റെ പുതിയവിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതേ ആബിദ് മെഡിപ്പിക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ അല്ലേ. ഏതൊരു വ്യക്തിയുടെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ പരിഹാരമായിട്ടാണ് നമ്മുടെ ആബിദോട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആബിദിനോട് ചോദിച്ചറിയാം, എന്താണ് ആബിദ നമ്മുടെ ഈ മെഡിപിക് ലൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. സുഹൃത്തുക്കളെ, ഞാൻ ആബിദ്, മെഡിപിക് ലൈവിന്റെ ഫൗണ്ടറാണ്. ക്ലിനിക്ക് നടത്തുകയാണല്ലോ. 22 വർഷമായിട്ട് ആരോഗ്യ മേഖലയിൽ ഫാർമസി ഫീൽഡിലും. ഓക്കെ, അതിലേക്ക് വരാം. 32 വർഷമായിട്ട് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് ആലോചിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാവാം. ചിലവര് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ പരമാവധി സൂക്ഷിച്ചു വെക്കേണ്ട ഒന്ന് തന്നെയാണല്ലോ. നമ്മുടെ ആധാറും പാൻ കാർഡൊക്കെ സൂക്ഷിക്കുന്ന പോലെ തന്നെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഏത് പുതിയ ഡോക്ടറെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും വേറെ എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി അവർ ചോദിച്ചറിയും. അപ്പൊ നമ്മളൊരു ഒരു വർഷം 2 വർഷം മുന്നുള്ള അറിയേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാനും കഴിയില്ല. ഇനിയിപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും പേപ്പറുകൾ മിസ്സായിട്ടും ഉണ്ടാവാം. മുന്നത്തെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ചിലപ്പോൾ നമുക്ക് മാറിയ അസുഖത്തിന്റെ ഒക്കെ റിപ്പോർട്ടുകളൊക്കെ എടുത്തു വെച്ചോളന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ ഇതിന്റെ മെയിൻ നമ്മുടെ മെഡിപിക് ലൈവ് എന്ന ആപ്പിന്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് അതാണ്. പഴയ റെക്കോർഡുകളെല്ലാം 5 വർഷമോ 10 വർഷമോ മുന്നതായിക്കോട്ടെ നമുക്കിതിൽ ഫിസിക്കലായിട്ട് അപ്ലോഡ് ചെയ്യാം. അതല്ല, നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ ഈ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ ഉള്ളത് ആ സ്ഥാപനത്തിലെ ഹിസ്റ്ററിയിൽ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് കമ്മ്യൂണിറ്റി ആ സ്ഥാപനത്തിൽ ടൈപ്പായിട്ട് രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് കാണാൻ കഴിയും നമുക്ക്. പിന്നീട് മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ പോകാനോ ഡോക്ടറെ അടുത്ത് പോകാനോ എന്നുണ്ടെങ്കിൽ ഈ ആപ്പ് മുഖേന അവർക്ക് കാണിച്ചു കൊടുക്കാം. അതില് നോക്കാം. അത് തന്നെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്. ഫീച്ചേഴ്സ് ഒത്തിരി ഇതിൽ പറയാനുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ടാവും. കാരണം എല്ലാ പ്രശ്നങ്ങളും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഇപ്പൊ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഏകദേശം ഇതിൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ക്ലിനിക്കിൽ തന്നെ ഒരു 5-10 ദിവസം മുന്നേ ഒരു പ്രായമായിട്ടുള്ള ഉപ്പ ട്രീറ്റ്മെന്റിന് വന്നു. പക്ഷെ അതിന് പെട്ടെന്ന് എമർജൻസി കേസ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുമ്പോ ഈ ക്ലിനിക്ക് ഓണറായി കിടക്കുന്ന എന്റെ കയ്യിൽ ആകും ആംബുലൻസ് ഒരാളുടെ നമ്പർ മാത്രം എൻ്റെ അടുത്തുള്ളത്. അത് ക്ലിനിക്ക് ഓണറായി കിടക്കുന്ന എന്റെ അടുത്ത് തന്നെ ഉള്ളൂ. അങ്ങനെ പൊതുജനങ്ങളിൽ ആരുടെ കയ്യിലും ഉണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. 1-2 ഉണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ കോൺടാക്ട് ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ആ നമ്പറിലേക്ക് ഞാൻ നിരന്തരം ആ സമയത്ത് അടിച്ചു. പക്ഷെ പുള്ളി നിസ്കരിക്കുകയോ അങ്ങനെ എന്തോ ആണ്, കോള് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ അടുത്ത സേന ഹോസ്പിറ്റലിലേക്ക് കോൺടാക്ട് ചെയ്ത് അവിടുന്ന് വേറെ ആംബുലൻസ് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത്രയും സമയം ഇവിടെ മിസ്സായി. ഇപ്പോ ഈ സാഹചര്യത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ മെഡിപിക് ലൈവ് എന്നുള്ളൊരു ആപ്പ് ഒരു ആളുടെ യൂസറെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരേത് ഏരിയയിലാണോ നിൽക്കുന്നത് ആ ഏരിയയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിൽ സർവീസ് എടുക്കുന്ന എല്ലാ ആംബുലൻസുകാരുടെയും കോൺടാക്ട് ലിസ്റ്റ് ഇതിലുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ സ്ഥലമാണെന്നുവെച്ചെങ്കിൽ അവിടുത്തെ ആ ഏരിയയിൽ മൊത്തം 10 കോൺടാക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതില് നമുക്ക് 2 ഫീച്ചേഴ്സ് കിട്ടി. ഒന്ന് ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, പിന്നെ ആംബുലൻസ് ഡ്രൈവർമാർ. വേറെ എന്തൊക്കെയാണ്? പിന്നെ എമർജൻസി ആയിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ബ്ലഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട് ഇതിൽ. അതിൽ തന്നെ 3 സബ് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ബ്ലഡ് ഇപ്പോൾ റഫീഖിന് അല്ലെങ്കിൽ റഫീഖിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിരിക്കും ബ്ലഡിന്റെ അത്യാവശ്യം വന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ അറിയുന്ന കോൺടാക്ട്സിലൊക്കെ ഷെയർ ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഇതിലും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ബി പോസിറ്റീവ് ബ്ലഡിന്റെ അത്യാവശ്യം വന്നു, 1 യൂണിറ്റ് ബ്ലഡ് വേണം, റഫീഖിന്റെ മൊബൈലിൽ തന്നെ
വേണ്ട പേഷ്യന്റിന്റെ പേരും മൊബൈൽ നമ്പറും വെച്ചിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് അതിൽ ഫില്ല് ചെയ്യാനുള്ള തന്നെ ജസ്റ്റ് നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വെക്കേണ്ട ഒന്നും അത്ര ജോലിയൊന്നുമില്ല. ഫില്ല് ചെയ്യുക, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്ത് വെച്ചാൽ ബി പോസിറ്റീവ് ആയിട്ട് നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ടൈമിൽ ഓരോ യൂസേഴ്സിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്. ആ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നതിന്റെ കൂടെ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് കൂടെ ചോദിക്കും. അപ്പൊ ആ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുടെ ഡോണേഴ്സ് ആയിട്ട് ലിസ്റ്റ് അതിൽ ഉണ്ടാവും. കൂടാണ്ട് പുതിയൊരു റിക്വസ്റ്റ് ബ്ലഡിന്റെ അത്യാവശ്യം റിക്വസ്റ്റ് ബി പോസിറ്റീവ് ബ്ലഡിന് റിക്വസ്റ്റ് ചെയ്താൽ ആ ബി പോസിറ്റീവില് ഡോണേഴ്സ് ആയിട്ടുള്ള അവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ സ്പോട്ടിൽ ചെല്ലും. അപ്പൊ അവര് പെട്ടെന്ന് കാണാൻ കോൺടാക്ട് ചെയ്യാൻ കഴിയും. പിന്നെ ബി പോസിറ്റീവ് പോസ്റ്റ് ചെയ്ത ഉടനെ ബി പോസിറ്റീവിലുള്ള ലിസ്റ്റിലുള്ള ഡോണേഴ്സിന് ഇതില് ഈ യൂസർക്ക് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ തന്നെ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ കഴിയും. അതെ, അത് കൂടാണ്ട് പിന്നെ ഇതില് വാട്സപ്പ് പോലെ നമ്മുടെ ആപ്പിൽ ചാറ്റ് റൂം പറഞ്ഞിട്ടൊരു ഉണ്ട്. അതില് ഈ ആവശ്യമല്ല, മറ്റ് ബ്ലഡിന്റെ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനെന്നുണ്ടെങ്കിൽ അതിൽ ചാറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതേ ആവശ്യം അതിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും മെഡിപ്പിക് ലൈവ് യൂസേഴ്സ് ആയിട്ടുള്ള പരിസരത്തുള്ള എല്ലാവർക്കും ഈ ചാറ്റ് റൂം വഴി നമുക്ക് ചാറ്റ് ചെയ്യാനും ഉള്ള സൗകര്യം അതിലുണ്ട്. ഇപ്പോൾ ബ്ലഡ് റിക്വസ്റ്റിന്റെ കൂടെ ചാറ്റ് റൂം ഉള്ള ഒരു ഫീച്ചറും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഒക്കെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുക. ബ്ലഡ് റിക്വസ്റ്റ് എന്നുള്ള ഫീച്ചറിൽ തന്നെ ബ്ലഡ് ബാങ്കുകളുടെ കോൺടാക്ട് ലിസ്റ്റുകളുണ്ട്. പെട്ടെന്ന് ബ്ലഡിന്റെ ആവശ്യം വരുന്നവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഉണ്ട്. അബിത, ഈ ബ്ലഡ് ബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയ മനുഷ്യനാണ്. ബ്ലഡ് എടുക്കേണ്ട കാര്യത്തിൽ, ബ്ലഡ് കൊടുക്കേണ്ട കാര്യത്തിൽ നമ്മളെ ഫാമിലി ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യം വന്നാകുമ്പോ വിളിച്ചു ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. കാരണം ഒക്കെ നമ്മളെ ഒക്കെ ഇപ്പൊ നമ്മളൊക്കെ എല്ലാവർക്കും അവരെ ഒക്കെ വിരൽ തുമ്പിലാണ് ഇത് കാര്യം നടക്കുന്നത് അല്ലേ. സംഘടനകളെ വിളിക്കാനോ സംഘടനകളെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് നമുക്ക് കിട്ടൂലെന്ന് ഉറപ്പില്ല. ഈ ഒരു സംഭവം ജനുവിൻ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കേട്ടോ. അപ്പൊ മാക്സിമം നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. അപ്പൊ വീഡിയോ അവസാനിച്ചിട്ടില്ല, ഇനി വേറെ എന്തൊക്കെയുണ്ട്? ഓക്കെ, അടുത്ത ഫീച്ചർ അറിയണതേ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഇതിലെന്താന്ന് വെച്ചാല് ഒത്തിരി അസുഖങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ഒരാൾക്ക് നെഞ്ചുവേദന വന്നു, ഓക്കെ, ഒരു ചെസ്റ്റ് പെയിൻ പറഞ്ഞിട്ട് ഫീച്ചർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ജസ്റ്റ് അത്യാവശ്യം ആ പേഷ്യന്റിന് കൊടുക്കേണ്ട, പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന്റെ മുന്നേ ആംബുലൻസ് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങള് ഇതില് വിവരിച്ചിട്ടുണ്ട്. അത് ശബ്ദത്തോടെ ഉണ്ടാവും. സ്ഥാനത്തേക്ക് മാറ്റുക എന്ന് പറയാൻ, ഇപ്പൊ വായിക്കാൻ പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോയിസ് ഫോളോ ചെയ്യാം. 3-4 സ്റ്റെപ്പുകൾ. അത് നെഞ്ഞുവേദന അല്ല, മറ്റുള്ള അസുഖങ്ങളിലൊക്കെ 1-2 അസുഖങ്ങളൊക്കെ ഇതിൽ വേറെയുണ്ട്. പെട്ടെന്ന് അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ അതും ഇതുവരെ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതില് നിലവിലുണ്ട്. ഏതൊരു വ്യക്തിക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സംഭവമാണ് CPR കൊടുക്കുക എന്നുള്ളത്. അതിനുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തി. നമുക്ക് വീട്ടില് വയസ്സായവരോ അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഡോക്ടറെയോ നഴ്സുമാരെയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റുകളെ പാലിയേറ്റീവ് സെന്ററിലുള്ള ആളുകളൊക്കെ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വരുമല്ലോ, അതിനുള്ള കോണ്ടാക്ട് ഉണ്ട്. ഇത് ത്രൂ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിനുണ്ട്. അപ്പൊ ഒരു യൂസർക്ക് യൂസർ പാലക്കാടുള്ള ആളാണെങ്കിൽ ആ പാലക്കാട് ഏരിയയിലുള്ള സ്ഥാപനങ്ങളായിരിക്കും ഇതിന് പെട്ടെന്ന് അവർക്ക് കാണാൻ കഴിയും. കിലോമീറ്റർ അല്ല, ആ പുള്ളിക്കാരൻ ഇപ്പൊ യൂസറിന്റെ പിൻകോഡ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ പിൻകോഡ് ഏരിയയിൽ ആരൊക്കെ സർവീസ് നടത്തും അവരെ. അപ്പൊ ചിലപ്പോ 10 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥാപനം ചിലപ്പോൾ സർവീസ് നടത്തിയേക്കാം. അവർ അത്രയും പെട്ടെന്ന് കാര്യക്ഷമതയോടെ എത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവരുടെ ഡീറ്റെയിൽ, അവരുടെ ഡോക്ടർമാർക്ക് വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള ഡോക്ടേഴ്സിന്റെ കോണ്ടാക്ട് ഇതിലുണ്ടാവും. അതേപോലെ തന്നെ മെഡിസിൻ പോലെ ആവശ്യമുള്ള കാര്യങ്ങൾ, ഈ ഹെൽത്ത് എക്യുപ്മെന്റ്സുകൾ അത് റെന്റലായിട്ട് കിട്ടാനുള്ള ഷോപ്പുകളുടെ ഡീറ്റെയിൽസ്, കോണ്ടാക്റ്റുകൾ, അങ്ങനെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എല്ലാവിധ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു ആപ്പ്. ഇനി അടുത്തത് അപ്പോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അടുത്ത ഫീച്ചർ പറയുന്നത് ഡെയിലി ഹെൽത്ത്. ഡെയിലി ഹെൽത്ത് ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ
പ്രായമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും വീട്ടില്, അവർക്ക് മാസോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോ ചെക്കപ്പ് നടത്താൻ. അപ്പോൾ അവർക്ക് ഓരോ ദിവസത്തെയും സ്റ്റാറ്റസുകൾ, പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ അത് വാല്യൂസ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓരോ ദിവസം ഡേറ്റ് വെച്ചിട്ട് വെയിറ്റ്, ഹൈറ്റ്, പ്രഷർ, ഷുഗർ ഒക്കെ അത് ഇതിൽ ആഡ് ചെയ്യാൻ കഴിയും. അതിപ്പോൾ ആ യൂസറുടെ എല്ലാ ബന്ധുക്കളുടെയും ഇതിൽ ഫാമിലി ലിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓരോ ഫാമിലിക്കും സെപ്പറേറ്റ് റെക്കോർഡിൽ ഇതിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ പിന്നെ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ്. ഡോക്ടർക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഫോണ് കൈമാറേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഓരോ യൂസേഴ്സിനും മെഡിപിക് ID ഉണ്ടാവും, ഒരു ID ഉണ്ടാവും. ആ ID ഡോക്ടർക്ക് പറഞ്ഞു കൊടുത്താൽ ഡോക്ടർ മെഡിപിക് ലൈവില് ഡോക്ടർക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും. അതിൽ ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ഈ ഓരോ യൂസേഴ്സിന്റെ ഇപ്പൊ ഏത് മെഡിക്കൽ ID ആണോ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആ IDയിലുള്ള ആ യൂസറുടെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും സെലക്ട് ചെയ്യണം. ഈ യൂസർ കൺസെന്റ് കൊടുക്കണം കേട്ടോ. കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് നേരത്തേക്ക് ഹിസ്റ്ററി അവരുടെ ഫോണിൽ കാണാൻ കഴിയും. ഫോൺ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അവർക്ക് ഫുള്ളായിട്ട് ഈ ഹെൽത്ത് ഹിസ്റ്ററിയും ഇപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ ഫീച്ചറിലുള്ള ഹെൽത്ത് റെക്കോർഡുകളും മറ്റ് ഉള്ള എന്തെല്ലാം മെഡിക്കൽ ഹിസ്റ്ററികളുണ്ടോ അതൊക്കെ അവർക്ക് കാണാൻ കഴിയും. ഡോക്ടർക്ക് കാണാൻ ആവശ്യം വരുന്നില്ല. അതെ. പിന്നെ ഡോക്ടർക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ വയസ്സായ ആളുകളാണെങ്കിൽ മരുന്നുകൾ കവറിൽ എഴുതേണ്ട സിസ്റ്റം ആണല്ലോ ഉള്ളത്. ഈ ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും ആ സമയമായി മരുന്ന് കഴിക്കേണ്ട സമയമാകുമ്പോൾ ഇതിൽ അലാം വരും. ശരി, നമ്മൾ മറന്നു കഴിഞ്ഞാലും മൊബൈൽ മറക്കില്ല. അലാം വരും. ആ സമയത്ത് ഏത് മെഡിസിൻ ആണെന്ന് വെച്ചാൽ അതിൽ ഡിസ്പ്ലേ ചെയ്യുക, മെഡിസിൻ എടുത്ത് കഴിക്കാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ തള്ളുകയാണെന്നൊക്കെ തോന്നും, പക്ഷെ അല്ല, ആക്ച്വലി ഇതിലുള്ള ഫീച്ചർ തന്നെയാണ്. ആളുകൾക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉള്ള രീതിയിൽ തന്നെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി തന്നെ, പിന്നീട് അത് നമ്മളൊരു വാട്സപ്പ് ഉപയോഗിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ. വാട്സപ്പ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് മെഡിസിൻ ഓർഡർ ചെയ്യാൻ. മെഡിസിൻ സിമ്പിൾ ആയിട്ട് ഓർഡർ ചെയ്യാം. മെഡിസിൻ ഓപ്പൺ ചെയ്ത് അതിൽ പ്രിസ്ക്രിപ്ഷൻ എല്ലാവരും മെഡിസിൻ ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഞാൻ മെഡിക്കൽ ലൈവ് ടൈപ്പ് ആയിട്ടുള്ള ഫാർമസികൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ചെയ്ത് അവര് ക്ലയന്റിനെ വിളിച്ച് മെഡിസിൻ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള സൗകര്യം അവർ ചെയ്യും. അവർ സംസാരിക്കുമ്പോൾ ഗ്രൂപ്പത്തൊക്കെ വേറെ ടെക്നിക്കൽ കാര്യങ്ങളല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയാന്നുള്ള ടെൻഷൻ വേണ്ട. ജസ്റ്റ് ചെയ്യേണ്ടത് മെഡിസിൻ ഓർഡറിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുക, അടുത്ത പ്രിസ്ക്രിപ്ഷൻ അപ്ലോഡ് എന്നുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, ഫോട്ടോ എടുക്കുക, ഓപ്ഷൻ ഉടനെ അതിന്റെ അധികാരപ്പെട്ടവർ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ തിരിച്ചു വിളിച്ച് മെഡിസിൻ എത്രയും പെട്ടെന്ന് നിങ്ങളെ കയ്യിലെത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതിലുണ്ടാവും. ഇപ്പൊ നിലവിലുള്ള എല്ലാ ഓൺലൈൻ ഫാർമസി വ്യാപകമാണ്, പക്ഷെ അതിലൊന്നും നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാനുള്ള തോന്നണില്ല. അത്രയും പ്രായമായവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്, കഴിഞ്ഞോളുന്നില്ല. ഇത് അത്രയും എളുപ്പമാണ്. ഇത് നമ്മള് തൊട്ടടുത്തുള്ള ഫാർമസി അവര് തിരിച്ചു വിളിക്കും. അപ്പൊ നല്ലൊരു ഇന്നത്തെ കാലത്തെ ഇതൊക്കെ നല്ലൊരു ഫീച്ചേഴ്സ് ആണ് അല്ലേ? കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് പോലും ഇല്ലാത്തൊരു വീട് പോലും നമ്മളെ നാട്ടിൽ നിന്നില്ല, അല്ല ശരി? 2026 മെയ് മാസത്തില് അവരൊരു സമ്മിറ്റ് ഹൈദരാബാദിൽ നടക്കണ്ടായി. അപ്പോ അതിന്റെ അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടു, പക്ഷെ നമ്മുടെ ആപ്പിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഞാനൊരു തമാശക്ക് എന്ന് പറയാം, നോമിനേഷൻ കൊടുത്തു. നമ്മുടെ എല്ലാ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം അതിൽ ലിസ്റ്റ് ചെയ്തിട്ട് നോമിനേഷൻ കൊടുത്തു. നോമിനേഷൻ കൊടുത്തുമ്പോൾ അവര് ജൂറി വിളിച്ചു, ചെന്നു പ്രസന്റ് ചെയ്തു. നമുക്ക് 2 ഫീച്ചറിന് അവാർഡ് അവർ തരുന്നുണ്ടായി. ഒന്ന് ഹെൽത്ത് പ്രിവെന്റിങ് അവയർനെസ്സിന് ആണ് നമുക്ക് തന്നത്. അത് എന്താന്ന് വെച്ചാല് നമ്മുടെ ആപ്പില് ഒരു ഹെൽത്ത് റേഡിയോ ഉണ്ട്. പിന്നെ ഇല്ല, പറയാൻ പോകുന്നു. റേഡിയോ ഉണ്ട്. ആ റേഡിയോയില് പുതിയ അസുഖങ്ങളെ കുറിച്ചും
അസുഖങ്ങളിലെ എന്തെല്ലാം പ്രതിവിധികളാണ് അസുഖത്തിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടേഴ്സിന്റെ ഇപ്പൊ ഈ നമ്മുടെ സാധാ ആകാശവാണി റേഡിയോയില് ആരോഗ്യക്കുറിപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ 24 hours ഹെൽത്ത് മാത്രം സംസാരിക്കുന്ന, ഹെൽത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന റേഡിയോ ആണ്. അപ്പോ അതില് ആ ഒരു ഫീച്ചറിനും പിന്നെ വീഡിയോ കാണാനുള്ള സൗകര്യം ഇതിലുണ്ട്. നമ്മളിപ്പോ വെറുതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത വീഡിയോസ് എത്രയും കാണുന്നുണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉള്ള ഇന്റർവ്യൂസ് ഉണ്ടാവാം. അവരുടെ തന്നെ പുതിയ സാങ്കേതികതകൾ കാണിച്ചുകൊണ്ടുള്ള വിഷ്വൽസ് ആയിരിക്കാം. എല്ലാ ഒരാൾക്ക് വെറുതെ ഒരിക്കലും 2 മിനിറ്റ് 1 മിനിറ്റ് എത്ര ദൈർഘ്യമുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. ഏത് യൂസേഴ്സിനും ആവശ്യമുള്ളത് മാത്രമായിട്ടുള്ള അത് കൂടെ ഉൾപ്പെടുത്തി, അതിന് കൂടെയാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. അതുകൂടാണ്ട് ഒരു ഫീച്ചർ കൂടെ ഉണ്ട്, ബ്ലോഗ്. ഓരോ അസുഖങ്ങളെ കുറിച്ച് റീസെന്റ് വന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളുടെ അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഫീച്ചേഴ്സുകൾ ഏത് ഇപ്പൊ 2 വർഷം കഴിഞ്ഞാലും അതിലുണ്ടാവും. നമുക്ക് അത് വായിച്ചെടുക്കാവുന്ന രീതി. ഇപ്പോൾ വിഷ്വൽസ് കാണാനും റേഡിയോയിൽ കേൾക്കാനും കൂടാണ്ട് വായനയിൽ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് ബ്ലോഗുകളായിട്ട് ഫീച്ചേഴ്സ് ആയിട്ട് അതിൽ ഇത്ര ഓരോ ദിവസം 1-2 ഫീച്ചേഴ്സുകൾ അതിലുണ്ടാവും. ഓരോ സബ്ജക്റ്റുകൾ വേറെ വേറെ സബ്ജക്റ്റുകളായിട്ട് ഹെൽത്തിന് സംബന്ധമായിട്ടുള്ള തന്നെ അത് കണ്ടിട്ടാണ് നമുക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ കുറിച്ച് പറയട്ടോ. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സിനും അതിന്റെ ഔട്ട്ലൈൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഡീറ്റെയിലായിട്ട് പറയാൻ ഒത്തിരി ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് സമയമാക്കാം. ഓക്കെ, എന്തായാലും ജനങ്ങൾക്ക് ഉപകാരമുള്ള നല്ലൊരു ആപ്പാണ് കേട്ടോ. സപ്പോർട്ട് വേണം. അപ്പോ ഞാൻ മാത്രമല്ല, നിങ്ങളും സപ്പോർട്ട് ചെയ്യണം നമ്മളെ ആബിദിനാട്ടോ. കാരണം ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആപ്പ് സ്റ്റോറിൽ അധികം വൈകാണ്ട് തന്നെ വരും. പ്ലേ സ്റ്റോറിൽ മെഡിപ്പിക് ലൈവ് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് തന്നെ ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ പിന്നീട് ഒരു 6 മാസം കഴിയുമ്പോൾ ആ സംഭവം ഇവിടുന്ന് അങ്ങോട്ട് ഒരു 100 വർഷത്തേക്കുള്ള ഒരു ആപ്പായിട്ടാണ് നമ്മൾ ഇറക്കി. അതെ, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ. ഓക്കെ, ബൈ ബൈ.